ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരെയും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ വീഡിയോസും ഞാൻ ഇതിൻ്റെ ഇടുന്ന സമയത്ത്, അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കിട്ടാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. മറ്റേ നിങ്ങൾക്ക് ഒരു വീഡിയോ കിട്ടും, പിന്നത്തെ വീഡിയോ കിട്ടില്ല. പിന്നെ അതാവുമ്പോൾ നിങ്ങൾ തന്നെ കൺഫ്യൂഷനാവും. അങ്ങനെ ആവാതെ നിൽക്കാനാണ്. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയൊരു സാധനമാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അത് കാണിച്ചു തന്നുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അതാണ് അതിൻ്റെ തുടക്കമാണിത്. അങ്ങനെ ഇന്നലെ രാത്രി ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ഇന്നലെ അതെന്താ, ഭക്ഷണം രാവിലത്തെ കഴിക്കേണ്ടത് എങ്ങനെയെന്നുള്ളതാണ്, എന്തെല്ലാം സാധനം എങ്ങനെ കഴിക്കാമെന്നുള്ളതാണ് കാണിച്ചത്. ഇനി ഞാൻ ആ പച്ചക്കറികൾ എന്തൊക്കെയെന്നുള്ളത് പറഞ്ഞു തരാം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കഴിക്കേണ്ടത് പച്ചക്കറികൾ, എല്ലാവിധ പച്ചക്കറികളും ഒരു ഷുഗർ രോഗിക്ക് കഴിക്കാം. എല്ലാവിധ പച്ചക്കറികളും. ആ പച്ചക്കറികൾ കഴിക്കേണ്ടത്, കാണിച്ചു തരുന്ന പച്ചക്കറി ഇത്ര പോകുന്നൊരു ബോൾ എടുക്കുക. ഇത്ര വലിയൊരു ബോളിൽ നിറച്ച് ആദ്യം അതിങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് എത്രയാണ് ഒരാൾക്ക് ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് പിന്നെ അത് എടുക്കേണ്ടത്. ചെറിയ കഷ്ണങ്ങളായിട്ട് എല്ലാവിധ പച്ചക്കറികളും ഞാൻ ഇവിടെ കുറച്ച് പച്ചക്കറികൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ആ പച്ചക്കറികൾ കണ്ടതിന് ശേഷം അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യാം ഏതൊക്കെ കൂടുതൽ എടുക്കണം. കുറച്ച് ഗോബി എടുക്കുക, ഫ്ലവർ എടുക്കുക, അതേപോലെ തന്നെ കക്കരിക്ക എടുക്കുക, ഉള്ളി എടുക്കുക, വെളുത്തുള്ളി എടുക്കുക, ഇഞ്ചി എടുക്കുക, അതേപോലെ തന്നെ ഇലകൾ എടുക്കുക, എല്ലാവിധ ഇലകളും എടുക്കുക, കായ എടുക്കുക. അതൊക്കെ എടുത്തതിൻ്റെ ശേഷം നല്ല നുറുക്കി, പച്ചക്ക് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് പച്ചക്ക് കഴിക്കാം. അല്ല, വേവിച്ചതിൻ്റെ ശേഷം, നല്ലോണം വേവിച്ചതിൻ്റെ ശേഷം നല്ല ഉഷാറായിട്ട് മസാലയൊക്കെ ഇട്ട് വേവിച്ച്, പിന്നെ പല രൂപത്തിലാണല്ലോ ഉണ്ടാക്കുക. ഞങ്ങൾ പല രൂപത്തിലും ഉണ്ടാക്കി തരും. എൻ്റെ വൈഫ് എനിക്ക് പല രൂപത്തിൽ ഉണ്ടാക്കി തരും. അപ്പോൾ ഒരു ബോൾ നിറച്ച് അതെടുക്കുക. മുട്ട 2 മുട്ടയാണ് ഒരാൾ കഴിക്കേണ്ടത്. അത് 3 മുട്ട 4 മുട്ട എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, സ്റ്റാർട്ടിങ്ങിൽ മരുന്നും കഴിച്ചിട്ടും നന്നാക്കി അടിച്ച് കയറ്റണ നല്ല ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് എന്തുണ്ടാവില്ല, അതൊന്നും ഒരു പുരുഷത്തുണ്ടാവില്ല. പക്ഷെ ഇത് നമ്മൾ ആദ്യം മനസ്സിൽ അടിവരയിടേണ്ടത്, ഞാനിത് മരുന്നാണ് കഴിക്കണമെന്നില്ലാണ്. മരുന്ന് കഴിക്കണോണ്ട് മരുന്നിൻ്റെ രീതിയിൽ തന്നെ കഴിക്കണം. ഡോക്ടർ 2 നേരം മരുന്ന് കഴിക്കണമെന്ന് ഞാൻ 2 നേരം തന്നെ കഴിക്കണം. 2 ഗുളിക രാവിലെയും 2 ഗുളിക രാത്രിയും ഞാൻ അങ്ങനെ തന്നെ കഴിക്കണം. അപ്പം അത് ആ ശീലമാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഒരു മാസം മരുന്ന് കഴിച്ചു, ഭക്ഷണം മരുന്നാക്കി കഴിച്ചുകൊണ്ട് മാറൂലേ, മാറിക്കിട്ടിയാൽ ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം ചിന്തിക്കാനുള്ളൊരു വേദിയാണിത്. പിന്നെ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും ഞാൻ ഇനി അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ കുറേ പറയുമ്പോൾ കുറച്ച് വീഡിയോ നീണ്ടുപോകും, നിങ്ങൾ ക്ഷമിക്കണം. കാരണം വാക്കുകൾ മുഴുവിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, കാരണം ഇതൊരു സാധാരണ ഒരു എന്തെങ്കിലും കാണിക്കണ, ഗോഷ്ഠി കാണിക്കുന്ന ഒരു വീഡിയോ അല്ലല്ലോ. ഒരു ഭക്ഷണം, വലിയൊരു അസുഖം, വർഷങ്ങളോളം മാസങ്ങളോളം മരുന്ന് കുടിച്ച് പ്രയാസപ്പെടുന്ന ഒരു അസുഖത്തിനില്ല മരുന്നാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ കഴിക്കുന്നത്? മരുന്ന് മാറ്റി വെച്ചുകൊണ്ട് ഭക്ഷണത്തിനെ മരുന്നാക്കിയിട്ടാണ് കഴിക്കുന്നത്. ഇത് അടിവരയിടുക. അപ്പോൾ നല്ല രോഗിയായ ഒരു മനുഷ്യന്, ഷുഗർ രോഗത്തിന് അടിമപ്പെട്ട് മാസങ്ങളോളം മരുന്ന് കഴിക്കുന്ന രോഗി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിക്കേണ്ട പച്ചക്കറികൾ, എല്ലാവിധ പച്ചക്കറികളും കഴിക്കാം. പച്ചക്കറികളിൽ തന്നെ ചില കാര്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാൻ പാടില്ല. കിഴങ്ങ് വർഗ്ഗങ്ങൾ അതെന്താണെന്നില്ല ഞാൻ അടുത്ത വീഡിയോയിൽ പറയും. മുഴുവൻ പറയുമ്പോൾ വീഡിയോ നീണ്ടുപോകും. അപ്പോൾ ഇപ്പോൾ കഴിക്കേണ്ടത് എന്താണെന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. അടുത്ത കഴിക്കാൻ പാടില്ലാത്ത എന്താണെന്ന് വേറെ പറയാം. അപ്പോഴാണ് വീഡിയോ ചുരുങ്ങുക, അല്ലെങ്കിൽ വീഡിയോ നീണ്ടുപോകും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്ര പോകുന്നൊരു ബോളിൽ ആണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറികൾ മുഴുവനും എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടി വരെ ചെറിയ പീസേ ആവശ്യമുള്ളൂ. കുറേ പീസുകൾ എടുത്തുകൊണ്ട് പുറത്തുണ്ടാക്കുമ്പോൾ ഇത് നിറഞ്ഞുകൊണ്ട് ഒരു അത്യാവശ്യം നിറവായിട്ട് കിട്ടും. അപ്പം നല്ലൊരു വയറ് നിറയെ തന്നെ ഉണ്ടാവും. ഒന്നത്. രണ്ടാമത്തത്, ഇത് 300 ml വെള്ളം കൊള്ളുന്ന കപ്പാണ്. ഇതൊന്ന് മേടിക്കാം. 300 ml. ഈ 300 ml വെള്ളത്തിൽ
ബ്രൂ ഇൻസ്റ്റൻറ്റ് കാഫി. ബ്രൂ ഇൻസ്റ്റൻറ്റ് കാഫി. ഇൻസ്റ്റൻറ്റ് കാഫി എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊടിയുന്ന ടൈപ്പ് കോഫി പൊടി. ആ കോഫി പൊടി ഓരോരുത്തർക്ക് ടേസ്റ്റിനനുസരിച്ചുള്ള കോഫി ഒരു സ്പൂൺ എന്തായാലും ഇടുക. ഒരു സ്പൂണ് കോഫിപ്പൊടി ഇട്ടിട്ട് വെള്ളം നന്നാക്കി തിളപ്പിക്കുക. സാധാരണ നമ്മൾ ചായക്ക് തിളപ്പിക്കുന്നത് പോലെ തിളപ്പിച്ചതിന് ശേഷം ഇതിൽ ആ കോഫി, തിളച്ച കോഫി ഇട്ട് കഴിഞ്ഞിട്ട് ശേഷം ഒരു പാക്കറ്റ് ബട്ടർ മേടിക്കുക. ഇതാണ് ബട്ടർ. ഇത് അമൂലിൻ്റെത് കിട്ടും. ഇത് മിൽക്കി മിസ്റ്റിൻ്റെ ആണ്. അമൂലിൻ്റെ ബട്ടറും കിട്ടും. അത് നിങ്ങൾക്ക് ഏതാണെങ്കിലും ബട്ടർ മേടിക്കാം. അമൂലാണെങ്കിൽ അമൂൽ, ഏതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ ഉപ്പില്ലാത്ത ബട്ടറാണ് മേടിക്കേണ്ടത്. അൺസാൾട്ടഡ് ബട്ടർ അതിന്മേൽ എഴുതിയിട്ടുണ്ടാവും. ഇതിന്മേൽ റെഡ് കളറിൽ ഇവിടെ എഴുതിയിട്ടുണ്ടാവും ചെറിയതായിട്ട് അൺസാൾട്ടഡ്, ഉപ്പില്ലാത്തത് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഉപ്പുള്ള ബട്ടറല്ല, ഉപ്പില്ലാത്ത ബട്ടർ. അത് മേടിച്ചു. അത് മേടിച്ചിട്ട് ഈ സാധനത്തിന് നിങ്ങൾ ഒരു സമത്തിൽ ഒരേ അളവിൽ 6 പീസോ 5 പീസോ ആക്കാം. ഒരു 15 ഗ്രാം ഇല്ലെങ്കിൽ 20 ഗ്രാം വരെ. 15 ഗ്രാം 20 ഗ്രാം വരെ. കാരണം എന്താണ്, നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കാതെ നിൽക്കുന്നത് കൊണ്ട് ഈ കൊഴുപ്പ് ഭക്ഷണം ആണ് നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ പാലുൽപ്പന്നങ്ങൾ, ഇറച്ചി, മീൻ, മട്ടന്, ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ എന്താണ്, ഷുഗറിനെ തടഞ്ഞു നിർത്തുന്ന സാധനങ്ങളാണിത്. ഷുഗർ ശരീരത്തേക്ക് വരാതെ തടഞ്ഞു നിൽക്കുന്ന സാധനങ്ങൾ. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊരു 5 പീസോ 6 പീസോ ബട്ടർ എടുത്തിട്ട് ഇതിൽ നിന്ന് ഒരു പീസ് ഈ കോഫിക്ക് ഇടുക. ഈ കോഫിക്ക് ഇട്ടതിൻ്റെ ശേഷം നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ ഞാൻ മറ്റേ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ ഞാൻ അങ്ങനെ മൂടി വെച്ച് അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അത് പദമാതിരി ഇങ്ങനെ വന്ന് നിൽക്കും. ഈ ബട്ടറിൻ്റെത്. അത് കുടിക്കാൻ നേരത്ത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഉഷാറായിട്ട് കുടിച്ചാൽ മതി. അപ്പം ആദ്യം നിങ്ങൾ സലാഡ് കഴിക്കേണ്ട നിങ്ങളെ ഇഷ്ടത്തിന് കഴിക്കട്ടോ. സലാഡ് കഴിക്കുക, പിന്നെ കുറച്ച് നട്ട്സ് കഴിക്കുക. നട്ട്സ് അതിൽ ബദാം, ബദാം 1-2 അണ്ടിപ്പരിപ്പ്, വാൾനട്ട്. അത് ഞാൻ ഇതിൽ കാണും. വാൾനട്ട് എന്ന് പറഞ്ഞാൽ അക്രോട്ട് എന്ന് പറയുന്നത്. അക്രോട്ട് അത് വാൾനട്ട്, ബദാം, അണ്ടിപ്പരിപ്പ്. അണ്ടിപ്പരിപ്പ് കൂടുതൽ കഴിക്കരുത്. അണ്ടിപ്പരിപ്പ് 1, 2, 3 പീസ് ഇതിൽ ഉണ്ടാകുമ്പോൾ. മുട്ട ഒരു 3 എണ്ണം ഇല്ലെങ്കിൽ 2 എണ്ണം. 2 എണ്ണമാണ് ഇനി അനുയോജ്യം. 2 എണ്ണമാണ്. 2 എണ്ണത്തിൻ്റെ മുട്ടൻ്റെ വെള്ള, 2 മുട്ടൻ്റെ മഞ്ഞ അടക്കം കഴിക്കുക. മറ്റേത് ഇനി ഒരു മുട്ടയും വിശപ്പ് അടങ്ങണില്ല തോന്നുന്ന ആൾക്കാർക്ക് ഒരു മുട്ടയും കൂടി എടുത്തുകൊണ്ട് അതിൻ്റെ മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ളം കഴിക്കുക. ഓക്കെ, അതത്. പിന്നെ അതിൻ്റെയൊക്കെ മുന്നേ ഈ വെള്ളം കുടിക്കണം. ഈ വെള്ളം എന്താണെന്ന് വെച്ചാൽ ഇത് പ്രധാനപ്പെട്ടതാണ്. ഒരു സ്പൂൺ ഉലുവ രാത്രി ഉണ്ടോ, ഉലുവ ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ വലിയൊരു സ്പൂണ് ഒരു ഉലുവ എടുത്തിട്ട് ഈ വെള്ളത്തിൽ ഇട്ട് വെക്കുക. ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചതിൻ്റെ ശേഷം രാത്രി കടക്കണതിൻ്റെ മുമ്പ് ഇട്ട് വെക്കുക. ഇട്ട് വെച്ചതിൻ്റെ ശേഷം രാവിലെ വെറും വയറ്റിൽ, ഞാനൊക്കെ ഒരു 5 മണിക്ക് നിസ്കരിക്കാൻ വേണ്ടി നീക്കണ സമയമാണ്. ആ സമയത്ത് ഇത് ചൂടാക്കി, ഇപ്പോൾ 5 മണിക്ക് നീക്കാത്തവനോ 6 മണിക്ക് നീക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളി. 10-12 മണിക്ക് നീക്കണമെനിക്കില്ല എല്ലാ ഈ ഭക്ഷണം. നമുക്ക് അസുഖമല്ലോന് രാവിലെ തന്നെ എണീക്കണം. പ്രഭാതത്തിൽ എണീറ്റ് അതിൻ്റെ ഒരു എക്സസൈസും കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ രോഗിയില്ലാതെ ജീവിക്കുള്ളൂ. ഇല്ലെങ്കിൽ രോഗിയായിങ്ങാണ്ടേ ജീവിക്കുള്ളൂ, ആരോഗ്യം ഉണ്ടാവില്ല. 10-11 മണിക്കൊക്കെ നീച്ച് ഇതാക്കണമെനിക്കൊന്നും വലിയ ഇതുണ്ടാവില്ല. ചുരുക്കം പറഞ്ഞാൽ അത് ഞാൻ വിഷയം എൻ്റെ അല്ല, അതുകൊണ്ട് വിടുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഒരു സ്പൂണ് ഉലുവ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം രാവിലെ നമ്മൾ ഒരു 5 മണിക്ക് എണീക്കുന്ന ആൾ, നിസ്കരിക്കുന്ന ആളാണെങ്കിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം, അല്ലാത്ത ആളുകളാണെങ്കിൽ ഒരു 5 മണി 5:30 എന്തായാലും എണീക്കണം. കാരണം ഒരു ശരീരത്തിന് എക്സസൈസ് കിട്ടാൻ ഞാൻ വേറെ പറയുന്നുണ്ട്. ഓക്കെ, അത് കിട്ടി ഈ വെള്ളം ചൂടാക്കിയിട്ട് കുടിക്കാൻ പാകത്തിനുള്ള ചൂടിൽ ഫസ്റ്റ് വെറും വയറ്റിൽ ആദ്യം ഇതാണ് കുടിക്കേണ്ടത്. ഇത് ഉലുവ വേണം. ഉലുവ കഴിക്കുന്നത് നല്ലതാണ്. ഉലുവ കഴിച്ചിട്ട് ഈ വെള്ളം കുടിക്കുക. ഉലുവ കഴിക്കാൻ പ്രയാസമല്ലോ, വെള്ളം മാത്രം കുടിച്ചാൽ മതി. ഞാൻ ഉലുവ കഴിക്കലുണ്ട്.
എന്തിനറിയോ, പറയണത് ചെയ്യാത്ത ആളുകൾ പറയും. അപ്പം അതെന്താ അറിയോ, അനുഭവത്തിൽ നിന്ന് ശരിയാവില്ല. നമ്മൾ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ രോഗം സ്വന്തം ഒരു രോഗിയായിട്ട് ആ മരുന്ന് പറഞ്ഞതുപോലെ കഴിച്ചിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്തിട്ട് നമ്മൾക്ക് മാറ്റം കിട്ടുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ തോന്നുക. മറ്റേ വെറുതെ ഒരു യൂട്യൂബിന് ആളുണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല, ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി. മനസ്സിലായില്ലേ? അപ്പം ഞാൻ അത് ചെയ്യുന്നത് കൊണ്ടാണ് ഈ മാറ്റം കിട്ടുന്നത്. ഇനി ഇതിൻ്റെ റിസൾട്ട്, ഞാൻ ഇതിൻ്റെ ബാക്കിൽ റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരും. ഞാൻ ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോയതും കാര്യങ്ങളും ഞാൻ വേറെ പറയും. കാരണം എല്ലാം ഒരു വീഡിയോയിൽ വെച്ചാൽ നീണ്ടുപോകും വീഡിയോ. അപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞു, കോഫി, ബട്ടർ കോഫി കുടിക്കേണ്ട രീതി പറഞ്ഞു തന്നു. മുട്ട കഴിക്കുക, മുട്ട ബുൾസൈ ആയിട്ട് എങ്ങനെയായിട്ട് ഏത് രീതിയിലാണോ നമുക്ക് മുട്ട കഴിക്കാൻ പറ്റുക ആ മുട്ട ആ രീതിയിൽ കഴിക്കുക. കാരണം നമുക്കിത് കുറച്ചൊരു മാസത്തോളം ഇത് തുടരാനില്ലാണല്ലോ. ഒരു മാസത്തെ പാക്കേജാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ ഓരോരുത്തർ ഡിസൈഡ് ചെയ്യേണ്ടത്, ഓരോ മനുഷ്യനും ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മളിതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. മനസ്സിലായില്ലേ? ഒരു മാസത്തെ ട്രെയിനിങ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു മാസം ക്ഷമിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യാം. രണ്ടാമത്തത്, ഷുഗർ കൂടുതലുള്ള ആള് പ്രത്യേകിച്ചും ഓരോ നിങ്ങൾ സാധാരണ നോക്കിയിട്ടാണല്ലോ, ഷുഗർ നോക്കിയിട്ടാണല്ലോ ഭക്ഷണം കഴിക്കുക. അതേ രീതിയിൽ തന്നെ നിങ്ങൾ തുടരുക. കാരണം ഏറ്റവും കൂടുതൽ ഷുഗർ ഉള്ള ആൾക്കാർക്ക് പിന്നെ അത് നോക്കാതെ കഴിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഒരാഴ്ചയിലെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്യണം. ഒരാഴ്ചയിൽ 15 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ഇങ്ങോട്ട് സിംറ്റം തോന്നുകയാണെങ്കിൽ അപ്പം നിങ്ങൾ ചെയ്യണം. കാരണം ചെക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്തായാലും ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇത് ഏറ്റവും കൂടുതൽ രോഗമുള്ള ആൾ കേട്ടോ, ഷുഗറിൻ്റെ രോഗം ഏറ്റവും കൂടുതലുള്ള ആൾ ചെയ്യേണ്ടതാണ് ഞാൻ പറഞ്ഞത്. അല്ലാത്തൊരു 200-300 ഇങ്ങനെ ഷുഗർ രോഗം തുടങ്ങി കുറച്ചുള്ള ആൾക്കാർക്ക് ഇത് ധാരാളം മതിയാവും. അപ്പോൾ എൻ്റെ വാക്കുകൾ പ്രത്യേകം കേൾക്കണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബട്ടർ കഴിക്കുക, പിന്നെ നട്ട്സ് കഴിക്കുക, പിന്നെ വാൾനട്ട് കഴിക്കുക, മുട്ട കഴിക്കുക, പച്ചക്കറിൻ്റെ സലാഡ് കഴിക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പച്ചക്കറി ഏതെല്ലാം കഴിക്കാമെന്നുള്ളതാണ് ഇവിടെ എൻ്റെ കയ്യിലുള്ളത്. അല്ലാത്ത മാർക്കറ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ടേസ്റ്റിനനുസരിച്ച് യഥേഷ്ടം നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് പച്ചക്കറികൾ. ഇത് രാവിലത്തെ ഭക്ഷണത്തിൻ്റെ വോയിസ് മാത്രമാണ്. അതങ്ങനെ തന്നെ കഴിക്കുക. അതിക്ക് പിന്നെ നിങ്ങളെ ഇഷ്ടത്തിന് കുറേ ഉരുളങ്കിഴങ്ങും മറ്റേത് പറഞ്ഞ സാധനങ്ങൾ, ഇവിടെ കാണിച്ച സാധനങ്ങൾ മാത്രം. അതിൽ പച്ചക്കറികൾ, ഉരുളൻകിഴങ്ങ് വർഗ്ഗങ്ങൾ തീരെ ഒരു മാസം ഒഴിവാക്കുക. ഒരു മാസം ഉരുളൻകിഴങ്ങ് മുതലായവ, കപ്പ, ചീനി, മധുരക്കിഴങ്ങ്, ഉരുളൻകിഴങ്ങ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ മുഴുവനും മാറ്റി നിർത്തുക. തൊട്ടുപോകരുത്, കിഴങ്ങ് വർഗ്ഗം തൊട്ടുപോകരുത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇനി പച്ചക്കറികൾ കാണിച്ചു തരാം. ഇതൊക്കെ ഒരു ഷുഗർ രോഗിക്ക് വയറ് നിറച്ച് തിന്നാൻ മാത്രമുണ്ട്. ഇത് ഞാൻ ഇപ്പം കുറച്ച് സാധനം ഇവിടെ ഉള്ളത് കാണിച്ചു തന്നു. ഇതിൽ വെണ്ടക്ക ഉണ്ട്, കക്കരിക്ക ഉണ്ട്, കാബേജ് ഉണ്ട്, കാബേജ് വെള്ളയുണ്ട്. ഇതാ വെള്ള കാബേജ് ഉണ്ട്, പാവലുണ്ട്, കണ്ടല്ലേ, പാവലുണ്ട്, ഇലവർഗ്ഗങ്ങൾ മുഴുവനുണ്ട്. ഇലവർഗ്ഗങ്ങൾ മുഴുവനുണ്ട്. ക്യാപ്സിക്കം ഞാൻ വെറുതെ ഇങ്ങനെ കാണിച്ചെന്നാണ് 3 പച്ചയാണ് നമുക്ക് കൂടുതൽ കിട്ടുക. അപ്പോൾ പച്ച ഉപയോഗിക്കുക. മറ്റിന് വില കൂടുതലായിരിക്കും, അതുകൊണ്ട് അത് നിർബന്ധമല്ല. ക്യാപ്സിക്കം പച്ച ഉപയോഗിച്ചാൽ മതി. ഞാൻ ഇവിടെ ഉള്ളത് ഒരു ഭംഗിക്ക് വേണ്ടി കാണിച്ചെന്ന് മാത്രം. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നൊക്കെ വാങ്ങിയിട്ട് അവിടെ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ ഒരാഴ്ച 2 ആഴ്ച ഒക്കെ കഴിക്കാനുണ്ടാവും അത്. പിന്നെ ഇത് ഏത് കളറിലുള്ള ആകാം കാബേജ്. എനിക്കൊരു ഇങ്ങനെ മാറ്റം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇതിങ്ങനെ കാണിച്ച് ഇത്രയും സാധനങ്ങൾ. ഇപ്പം നിങ്ങളിത് പച്ചക്കറികൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇപ്പോൾ കാണിച്ചത്. കണ്ടമാനം പറയാതെ തന്നെ ഇത് കണ്ടാൽ തന്നെ ഇത് മനസ്സിലാവും. അപ്പം അത് മാത്രം കഴിക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് കഴിക്കരുത്. വിശന്നാൽ മാത്രം കഴിക്കുക. ഇതിപ്പോൾ കഴിക്കേണ്ട സമയം എങ്ങനെ വെച്ചാൽ രാവിലെ നമ്മൾ ഒരു ഉലുവൻ്റെ 1 ഗ്ലാസ് വെള്ളം നമ്മൾ കുടിച്ചു രാവിലെ ഫസ്റ്റ്. പിന്നെ നിങ്ങൾ ജോലിക്ക് പോണ സമയത്താണ് പിന്നെ നമുക്ക് നാസ്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അത് 7 മണിക്ക്, 7:30 മണിക്ക്, 8 മണിക്ക് എങ്ങനെ വെച്ചാൽ ആ നേരത്തെ കഴിക്കാം. മനസ്സിലായല്ലേ? ആ നേരത്തെ നിങ്ങൾക്ക് അത് കഴിക്കാം.
ആ നേരത്ത് കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും അത് ആ നേരത്താവുമ്പോഴേക്കും എന്താ വെച്ചാൽ നിങ്ങൾ രാവിലെ നീച്ചാണ്ട് കട്ടൻ ചായ ഒന്നും കുടിക്കരുത്. കാരണം ഉലുവൻ്റെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും കുടിക്കരുത്. എന്തുകൊണ്ട്? പിന്നെ നമ്മൾക്ക് ഒരു സ്റ്റഡി വേണം ജീവിതത്തിലൊരു പിന്നെ കറക്റ്റ് വേണം ഇന്നത്. മറ്റേ രാവിലെ നീച്ച് പിന്നെ എന്തെങ്കിലും കഴിച്ച് അതാണ് കഴിച്ചു, പിന്നെ എന്തെങ്കിലും ചായയും കുടിച്ച്, പിന്നെ ഒരു കഴിഞ്ഞ് പിന്നെ അങ്ങനെ കുടിച്ച്, പിന്നെ ഒരു നാഷ്ട കഴിച്ച്, പിന്നെ അങ്ങനെ അത് പാടില്ല. ഒരു ഷെഡ്യൂൾ അനുസരിച്ചേ പോകാൻ പാടുള്ളൂ. മരുന്നാണ് കഴിക്കുന്നത്, ഞാനൊരു രോഗിയാണ്, ഈ രോഗം പരിപൂർണമായി മാറാനാണ് ഞാൻ അത് ചെയ്യണമെന്നില്ല ബോധത്തോടു കൂടി മരുന്ന് രൂപത്തിൽ മാത്രം പട്ടാളച്ചിട്ടയോട് കൂടിയിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ രാവിലെ എണീറ്റു, ഒരു ഗ്ലാസ് ഉലുവ വെള്ളം കുടിച്ചു. ആ ഉലുവ വെള്ളം കുടിച്ചത് നിത്യം മറക്കാതെ കുടിക്കണം. ഷുഗർ രോഗി പ്രത്യേകിച്ചും മറക്കാതെ കുടിക്കണം. അത് അല്ലാത്തവർക്കും കുടിക്കട്ടോ. ഇതിപ്പോൾ ഞാൻ രോഗികളെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, അല്ലാത്ത ഇതിക്ക് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. അല്ലാത്തത് ഇത് ഫോളോ ചെയ്യണമെങ്കിൽ അവനക്ക് നല്ലോണം ഷുഗർ രോഗം വരില്ല. അപ്പോൾ ഉലുവൻ്റെ വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചതിന് ശേഷം പിന്നെ ഒന്നും കഴിക്കരുത്. പിന്നെ നിങ്ങൾ ജോലിക്ക് പോണ സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത്. അത് നിങ്ങളെ ഇഷ്ടം, നിങ്ങളെ സമയം. ആ ബ്രേക്ക്ഫാസ്റ്റ് ഇത് കറക്റ്റ് കഴിച്ചിരിക്കണം മുഴുവനും. പിന്നെ പച്ചക്കറികൾ ഉപയോഗിക്കുന്ന അത്ര കഴിച്ചാൽ മതി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് നിങ്ങൾ അടുത്ത 10 മണിക്കൂറിലൊരു പരിപാടി നമ്മളെ നാട്ടിലുണ്ട്. ഇത് രാവിലെ നാഷ്ട കഴിച്ചാലും 10 മണിക്കൂർ നാഷ്ട കഴിക്കുക. ആ നാഷ്ട പറ്റില്ല. കാരണം ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 10 മണിക്ക് കഴിച്ചോളി. ഉലുവെള്ളം കുടിച്ചിട്ട് പിന്നെ നിങ്ങളൊന്നും കഴിക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കാണ്ട് നിങ്ങൾ 10 മണിക്കോ 9 മണിക്കോ 8 മണിക്കോ 7 മണിക്കോ നിങ്ങളെ സൗകര്യത്തിന് കഴിച്ചോളിയും. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ച വരെ നിങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. വേണമെങ്കിൽ നിങ്ങൾക്കൊരു ചായ, മധുരമില്ലാത്ത ലൈറ്റ് മധുരമില്ലാത്ത ചായ, മധുരമില്ലാത്ത കട്ടൻ കാപ്പി, മധുരമില്ലാത്ത കട്ടൻ ചായ ഇത് കുടിക്കാം. അതിനൊന്നും കുഴപ്പമില്ല. വെള്ളം യഥേഷ്ടം കുടിക്കാം. കുടിക്കണം. നിങ്ങൾക്ക് ആവശ്യമായ വെള്ളം നിങ്ങൾ കുടിച്ചിരിക്കണം. അതൊരു മീഡിയം ചൂടിലും പച്ചവെള്ളമായിട്ട് നിങ്ങൾ കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഉച്ചവരെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചവരെ പിന്നെ ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ അവിടെ നിർത്തുന്നു. അടുത്തത് ഉച്ചക്ക് എന്ത് കഴിക്കാമെന്നില്ലാണ് പറയാം. മറ്റേതെന്താ പറയുക, ഒക്കെപ്പാടെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പീസായിട്ട് വിടുന്നത്. രാവിലെ, ഉച്ചക്ക്, രാത്രി. കാരണം നമ്മൾ അങ്ങനെയാണ് ശീലിച്ചത്. ഭക്ഷണം തന്നെ വിശപ്പ് എപ്പോഴാണ് വരിക അപ്പം കഴിക്കാനുള്ളതാണ്. അത് നമ്മളൊക്കെ മാറിയിട്ട് നമ്മൾ ചെറുപ്പം മുതൽ വിളിച്ചൊരു ടൈം ടേബിൾ മാതിരി രാവിലെ, ഉച്ചക്ക്, രാത്രി ഇത് ശീലമായത് കൊണ്ടാണ് നമ്മളിതൊക്കെ ആയത്. ഇനി ഇതിൽ കൂടുതൽ പറയില്ല, അടുത്ത വീഡിയോയിലാണ് ഇനി പറയാം. അപ്പം രാവിലെ ഒരു ഷുഗർ രോഗി കഴിക്കേണ്ടി പറഞ്ഞു. ഇതിൻ്റെ അടിയിൽ ഞാൻ വേറെ ഒന്നും കഴിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം കഴിക്കാൻ പാടില്ല. ഞാൻ കഴിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോഴാണ് ഷുഗർ കൺട്രോളിൽ വരിക, മാറുക. അതിൻ്റെ ഇടയിൽ നിങ്ങൾ 10 മണിക്ക് ചായയിൽ, നാഷ്ടയിൽ പലതും നിങ്ങൾക്ക് കിട്ടും. മിച്ചറായിട്ടും മറ്റേറ്റും ഒന്നും തൊടാൻ പാടില്ല. അതിൻ്റെ വിഷയം ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അത് വേറെ വീഡിയോയിലാണ് പറയാം. അപ്പം എൻ്റെ വീഡിയോ കാണുക, മനസ്സിലാക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിക്കുക. സ്വയം രോഗിയാണെങ്കിൽ നിങ്ങൾ ഇത് തയ്യാറാവുക. നിങ്ങളെ രോഗം മാറൽ നിങ്ങളെ ആവശ്യമാണ്. നിങ്ങളെ രോഗം മാറി അതിൻ്റെ ഗുണം നിങ്ങൾക്കാണ്. ഇത് രോഗം മാറിക്കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് പ്രത്യേകിച്ചും പല വിധത്തിലെ സുഖങ്ങൾ കിട്ടാണ്ട്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. ഇത് ആസ്വദിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മരുന്നിലേക്ക് മാറണം. ഭക്ഷണമാണ് മരുന്ന് പറഞ്ഞു തരുന്നത്. ഇനി ഷുഗർ രോഗി കൂടുതലുള്ള ആൾ എന്ത് ചെയ്യണം? ഷുഗർ രോഗം കൂടുതലുള്ള ആൾ പ്രത്യേകം ഇത് കഴിച്ചതിൻ്റെ ശേഷം പിന്നെ ഉച്ചക്ക് പ്രത്യേകം ഞാൻ പറയും, അത് അങ്ങനെ തന്നെ കഴിക്കുക. നിങ്ങൾ എന്തേലും പറഞ്ഞതിൻ്റെ അപ്പുറം എന്തേലും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഷുഗർ ലെവലിൽ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയൂല. ഏറ്റക്കുറവുണ്ടാവും. അത് നിങ്ങളെ ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നതിൻ്റെ തെറ്റായ രീതി കൊണ്ടായിരിക്കും. ഞാനിത് പറഞ്ഞു തരുന്നത് ശരിക്കും കുറഞ്ഞു വരുന്നതാണ് പറഞ്ഞത്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അതെന്താ പറയുക, സംസാരം പറഞ്ഞു തരുന്നിടത്തോളം നീണ്ടുപോകും. അടുത്ത വീഡിയോയിൽ വേറെ പറയും. ഓക്കെ, അത് ഞാൻ ചെറുതായിട്ട് പറയും, അത് നിങ്ങൾ കേൾക്കുക. ഇപ്പോൾ രാവിലത്തെ നാഷ്ടൻ്റെ ഞാൻ കഴിക്കുന്നത് കാണിച്ചു തന്നു. അതിൽ ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ശരിക്കും മനസ്സിലാവില്ല എന്തൊക്കെയാണ് കഴിക്കേണ്ടത്. അതുകൊണ്ട് പച്ചക്കറികൾ മുഴുവൻ കാണിച്ചു തന്നു. അത് നിങ്ങൾ കാണുക. അത് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റായി നിങ്ങൾ മനസ്സിലാക്കുക. കിഴങ്ങ് വർഗ്ഗങ്ങൾ മുഴുവൻ ഒഴിവാക്കുക. അത് ഞാൻ എഴുതിക്കാണ്ട് തന്നെ പ്രത്യേകം നിങ്ങൾക്ക് വേറെ മനസ്സിലാക്കി തരും എന്താണ് കഴിക്കാൻ പാടില്ലാത്തത്. അത് ഒഴിവാക്കുക. മധുരം ഒരു കാരണവശാലും ഒരു മധുരം തൊടാൻ പാടില്ല. അത് ഞാൻ മധുരത്തിൻ്റെ കാര്യം ഇതിൽ പറഞ്ഞിട്ടേ ഇല്ല.
ഞാൻ പറഞ്ഞു തന്ന കാര്യമാണ് രാവിലെ കഴിക്കേണ്ടത്, അത് മാത്രം ഫോളോ ചെയ്യുക. ബാക്കി അടുത്ത സെക്ഷനിലാണ് ഞാൻ പറയാം.